ഓക്കെ, മാർക്കറ്റ് ക്ലോസിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ അനാലിസിസ് കൂടെ പറഞ്ഞുതരാം. ലാസ്റ്റിലത്തെ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഓൾറെഡി മാർക്കറ്റ് 25,000 വീഴുന്ന സമയത്ത് ഇതുവരെ കയറിപ്പോയി, ഇതുവരെ വരുന്നത് വരെ ഓക്കെയാണ്. സോ ഈ ക്യാൻഡിൽസ് പോലെ ഇവിടെ വരെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. എന്നാൽ അടുത്ത ക്യാൻഡിൽ വളരെ ശക്തമായി വീഴുകയും തിരിച്ച് കയറി വന്നപ്പോൾ ഇവിടെ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തു. സോ മാർക്കറ്റിന് താഴേക്ക് പോകാനൊരു പ്രഷർ ഉണ്ടെന്ന് ഫീൽ ചെയ്തു. സോ ഇവിടെ ഒരു ഗ്രേവ് സ്റ്റോൺ ക്യാൻഡിലൂടെ വന്നു. ആ ഗ്രേവ് സ്റ്റോണിൽ എൻട്രി എടുത്തു. തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ SL കീപ്പ് ചെയ്തു. സോ അതിനുശേഷം ഗ്രേവ് സ്റ്റോണിന് ശേഷം പതുക്കെ വീഴുന്നു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വീഴുന്നു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇതേ സാധനമേ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു ഈ പ്രീമിയം ആക്ച്വലി ആദ്യം കയറിപ്പോകാൻ നോക്കി, സെൽ ഓഫ് വന്ന് തിരിച്ച് കയറിപ്പോകുന്ന സിറ്റുവേഷനിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുത്തു. സോ 284 ആഡ് ചെയ്ത ട്രേഡ് ഈ ക്യാൻഡലിൻ്റെ മുകളിൽ കയറി വന്നപ്പോൾ ഈ ക്യാൻഡിലൊക്കെ ബുള്ളിഷായിട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഫണ്ട് ആഡ് ചെയ്തു. 291 വീണ്ടും ബൈ ചെയ്തു, ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. സെക്കൻഡ് ബ്രോക്കറിൽ 307 ഈ രണ്ടാമത് ആഡ് ചെയ്തതിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റിൽ ആഡ് ചെയ്തതിനെ വീണ്ടും ട്രയൽ ചെയ്തു. ഓൾമോസ്റ്റ് 320 അടുപ്പിച്ച് 317 എത്തിയപ്പോൾ ഈ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ സെൽ ഓഫ് ചെയ്തു. കാരണം ഇത് ലാസ്റ്റ് ക്യാൻഡിലാണ്. ഇപ്പോൾ ടൈം കാണുമ്പോൾ അറിയാം ലാസ്റ്റ് ക്യാൻഡിൽ. ഇവിടെ എത്ര പ്രോഫിറ്റ് കിട്ടുന്നതും കാര്യമല്ല, എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. സോ 320 അടുപ്പിച്ചെത്തിയപ്പോഴേക്കും ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റിൽ വീക്ക് തന്നെയാണ്, ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നാൽ ഈ പൊസിഷൻ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. സോ ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ അനാലിസിസ്. ഇത് സെക്കൻഡ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് പിന്നീട് ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് ഇടാം. സോ നമ്മൾ ടെക്നിക്കലി വീക്കല്ല, ബട്ട് ഇൻ സപ്പോർട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. 3:30 ആകാറായിട്ടുണ്ട്. സോ ഹാർഡ്ലി ഐ ആം എക്സ്പെക്റ്റിംഗ് 336 മാക്സിമം എന്നുള്ളതായിരുന്നു ആ ട്രേഡ്. പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് ആ പ്രീമിയം വരുന്നത്. മാർക്കറ്റിന് വീഴാനും താല്പര്യമില്ല. സോ ബയേഴ്സും ബുൾസും സ്റ്റിൽ ഫൈറ്റിൽ തന്നെയാണ് എന്നുള്ളതാണ്. സോ പതുക്കെ വളരെ സ്ലോലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈം ഓവർ, ട്രേഡും ഓവർ. ഓക്കെ, ഇതിൻ്റെ റിസ്ക് റിവാർഡ് 1:3 ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1:3 അല്ല, ഓൾമോസ്റ്റ് 1:4 ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 1:4.3. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു അനാലിസിസ്.